അസ്സലാമു അലൈക്കും. ഇത് ഞാൻ റെഡിയാക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു ഉപ്മാവാണ്. മക്കൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഉപ്മാവാണ്. ഡ്രൈ ഫ്രൂട്ടൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണ്. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ ഒരു സിമ്പിൾ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് ഉഴുന്ന്, കുറച്ച് ഉണക്കമുന്തിരി, അതേപോലെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, ഒരു 10-15 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ടായിട്ട് അതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ 2 വറ്റൽമുളക്, കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വെജിറ്റബിളൊക്കെ ഇടുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഉപയോഗിക്കാം. ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, വലിയൊരു ക്യാരറ്റ്. ഇത് വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് കേട്ടോ, അതുകൊണ്ട് ചെറിയ ചെറിയ കുത്തൊക്കെ അതിലുണ്ട്, അതൊന്നും ഞാൻ കളയലില്ല. വീട്ടിലാവുമ്പോൾ നമുക്ക് ഫ്രഷ് അല്ലേ, മരുന്നൊക്കെ അടിക്കാത്ത കിട്ടുമല്ലോ നമുക്ക്. അതേപോലെ കുറച്ച് റവ എടുത്തിട്ടുണ്ട്. റവ നമുക്ക് നമ്മളെ വീട്ടിൽ എത്ര ആളുണ്ട് അതിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്താൽ മതി. ഇനി ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം റവ അതിൽക്കൊന്നിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ ചെറിയ തീയിലിട്ടിട്ടേ വറുത്തെടുക്കാൻ പാടുള്ളൂ. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് റവ കരിഞ്ഞു പോവും. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി. റവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നല്ലോണം ബ്രൗൺ കളർ ആവണ വരെ ഒന്നും വറുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ആ ബൗളിൽ തന്നെയാണ് ഞാൻ അടുത്തത് റെഡിയാക്കാൻ പോണത്. മറ്റേ സ്റ്റൗവിൽ വെള്ളം വെച്ചിട്ട് കുടിക്കാനുള്ളതായിരുന്നു. ഇനി ഞാൻ ഒരു സ്പൂണ് മിൽമൻ്റെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് നെയ്യ് ചേർത്ത് കൊടുക്കണില്ല. നെയ്യ് നമുക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 2-3 സ്പൂണ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയും ഇതൊക്കെ നല്ലോണം ഒന്ന് കഴുകി ക്ലീനാക്കി എടുത്ത് കട്ട് ചെയ്തെടുത്തതായിരുന്നു. അതാണ് അതിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത്. ഇതിന് നല്ലോണം ഒന്ന് വറുത്ത് കോരിയെടുക്കണം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം. ഈത്തപ്പഴമൊക്കെ നമ്മൾ എത്ര വൃത്തിയുള്ളത് വാങ്ങിച്ചാലും അതിൽ ചെറിയ തോതിലൊക്കെ കച്ചറ ഉണ്ടാവും. അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം. ഉള്ളിലായാലും പുറത്തായാലും ഒക്കെ ചില ഈത്തപ്പഴത്തിന് കച്ചറ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ക്ലീനാക്കി ചെറുതായിട്ട് കട്ടാക്കിയിട്ടാണ് ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നമ്മൾ റവ എടുക്കുമ്പോൾ ഒരു ബൗൾ റവ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു 1.25 ബൗള്, അതായത് ഒരു ബൗളും പിന്നെ ഒരു 1/4 ബൗളും കൂടി വെള്ളം എടുത്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റിൽ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ആ പാനിൽ തന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കടുക് പൊട്ടിച്ചിടണം നമുക്ക്. അതിനൊരു സ്പൂണ് കടുകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. അതിന് ശേഷം ഞാൻ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് ഉഴുന്നെടുത്തിരുന്നല്ലോ, അതും കഴുകിയിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വലിയ ഉള്ളി, അതേപോലെ ഗ്രീൻ പീസ് ഞാൻ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഒരു വിസിൽ വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ്. തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അത് കുക്കറിലിട്ട് ഒരൊറ്റ വിസിൽ വേവിച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ക്യാരറ്റും വലിയ ഉള്ളിയൊക്കെ ഒന്ന് വേവണ വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചാലും മതി. പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ അതിലേക്ക്. ഇനി ഞാൻ ഒരു ബൗൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് 1/2 ബൗളേ റവ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബൗൾ ഫുള്ളായിട്ട് വെള്ളം എടുത്തിട്ടില്ല, 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വെള്ളം തിളക്കണ വരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെജിറ്റബിളൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ടാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കട്ട പിടിക്കാതെ നോക്കണേ. കട്ട പിടിച്ച് കഴിഞ്ഞാൽ ഉപ്മാവ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല.
അത്യാവശ്യം വെള്ളത്തിലാണ് റവ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലോണം കട്ട വരാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതിൻ്റെ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് വേവിച്ചാലേ കറക്റ്റ് റവ വെന്ത് വെള്ളമൊക്കെ വറ്റി റെഡിയായി വരുള്ളൂ. നമ്മൾ ഈ രീതിയിൽ ഉപ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉപ്മാവ് ഇഷ്ടമില്ലാത്ത മക്കളും തീർച്ചയായിട്ടും കഴിക്കും. ഒട്ടുമിക്ക വീട്ടിലും കുട്ടികൾക്ക് ഉപ്മാവ് ഇഷ്ടമുണ്ടാവില്ല അതിലത്തെ വെജിറ്റബിളൊക്കെ കണ്ടിട്ട്. ഇങ്ങനെ ആവുമ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ഒരു മധുരവും ഉണ്ട്, എരിവിന് വറ്റൽമുളകും പിന്നെ അതേപോലെ ഡ്രൈ ഫ്രൂട്ടും ഒക്കെ ഉണ്ടാവുമ്പോൾ മുന്തിരിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടമാവും. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ ഉണ്ടാക്കണവർ ഒന്ന് കമൻറ്റും ചെയ്യണേ. പിന്നെ അതിന് ശേഷം ഞാൻ ഡ്രൈ ഫ്രൂട്ടാണ് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നത്. റവൊക്കെ വെന്ത് നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. ഉപ്മാവ് നല്ലോണം ഉതിർന്ന് വെള്ളമൊക്കെ വറ്റി നല്ലോണം ഉതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ടും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ഒന്നുകൂടി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒരു ലൈക്കും തരണേ. ഇതേപോലെ ഇനിയും സിമ്പിളായിട്ടുള്ള ഓരോ വെറൈറ്റികളായിട്ട് തീർച്ചയായിട്ടും ഞാൻ വരാൻ നോക്കാം. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തതല്ലേ, അതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണേ. ഇപ്പോൾ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കിയിട്ട് ചൂടോടുക്ക വിളമ്പാം. കട്ടൻ ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ്. സാധാരണ നമുക്ക് ഉപ്മാവിന് പഞ്ചസാര, പഴം, പപ്പടം അല്ലെങ്കിൽ കറിയൊക്കെ ചേർത്തിട്ടല്ലേ കഴിക്കരുത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വെറുതെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അസ്സലാമു അലൈക്കും.